So hi friends, welcome back to Genu's Online Learning. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 9 ജോഗ്രഫി അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സയൻസ് സെക്കൻഡിൻ്റെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലത്തെ ലെസൺ 1 ആയ സൺ ദി അൾട്ടിമേറ്റ് സോഴ്സിൻ്റെ പാർട്ട് 5 വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. അതിൽ 4 ഫോമാണുള്ളത്: മിസ്റ്റ് ഓർ ഫോഗ്, ഡ്യൂ, ക്ലൗഡ്സ് ഓർ ഫ്രോസ്റ്റ്. ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മൊത്തം കാണാൻ എപ്പോഴും പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് നേരിട്ട് തന്നെ പോകാം. കുറച്ച് ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കണം കേട്ടോ. അവിടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. എന്താണ് ഡ്യൂ, എന്താണ് ഫോഗ്, എന്താണ് മിസ്റ്റ്, അങ്ങനെ ചോദിക്കും. അല്ലാണ്ടുള്ള ചെറിയ ചെറിയ വൺ വേർഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് കണ്ടൻസേഷൻ എന്ന ഭാഗത്തേക്ക് പോകാം. നമ്മുടെ ഏർലിയർ ക്ലാസ്സസിൽ നമ്മൾ എന്താണ് കണ്ടൻസേഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ പറഞ്ഞതുപോലെ നമുക്കറിയാം കണ്ടൻസേഷൻ എന്താണ്, ഇവാപ്രേഷൻ എന്താണെന്നുള്ളത്. അത് ഇവാപ്രേഷൻ വഴി ഇവിടുന്ന് മുകളിലേക്ക് പോവും. അതെന്ത് ചെയ്യും, ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പ്രോസസ്സാണ് കണ്ടൻസേഷൻ. നമുക്കറിയാം അറ്റ്മോസ്ഫിയർ ഷുഡ് റീച്ച് ദ സാച്ചുറേഷൻ ലെവൽ ഫോർ കണ്ടൻസേഷൻ ടു ബിഗൻ. ഫുള്ള് സാച്ചുറേറ്റഡ് ആവണം അറ്റ്മോസ്ഫിയർ. ഫുള്ള് വെള്ളം കൊണ്ട് നിറഞ്ഞാലേ കണ്ടൻസേഷൻ കറക്റ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. With further addition of water drop or due to considerable fall in temperature, the water vapor in the atmosphere begins to condense. അതായത് നമ്മുടെ വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് കൂടുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ടെമ്പറേച്ചറിൽ പെട്ടെന്നൊരു താഴ്ച ഉണ്ടാകുകയോ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള ഈ വാട്ടർ വേപ്പർ കണ്ടൻസ്, അതായത് തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് തുടങ്ങും. ഏതെങ്കിലും രൂപത്തിൽ, വാട്ടർ വേപ്പർ എന്ന രൂപത്തിലല്ല, വേറെ ഏതെങ്കിലും ഇതിൻ്റെ രൂപത്തിൽ ഇങ്ങോട്ട് തിരിച്ച് വന്ന് വീഴും ആ വാട്ടർ വേപ്പർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രോസ്റ്റ്, ഡ്യൂ ഇതൊക്കെ ആയിട്ട് വന്ന് വീഴും. ഇനി നമുക്ക് നോക്കാം ദ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. ദർ ആർ മെയിൻലി 4 types ഓഫ് കണ്ടൻസേഷൻസ്. ബൈ ലുക്കിംഗ് അറ്റ് ദ ഫിഗർ 1.9 you can identify that. Frost, dew, cloud and mist or fog are the forms of condensation. We can learn them in detail in this lesson. So the first one is dew. In page number 17 you can see the figure 1.10 showing the dew. You might have noticed the water droplets clinging on the blades of grass and leaves early in the morning. This is dew. നിങ്ങൾ നേരം വെളുത്ത് അതിരാവിലെ നോക്കുമ്പോൾ, കുറേ മുമ്പൊക്കെ എനിക്കുണ്ടോ, നിങ്ങൾ നോക്കുമ്പോൾ ചെടികളുടെ ഈ അറ്റത്തൊക്കെ തുമ്പിലൊക്കെ, അതുപോലെ ഇലകളിലൊക്കെ തുമ്പിലൊക്കെ ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുന്ന രീതിയിൽ നിൽക്കുന്നതായിട്ട് കാണാം. അതിനെയാണ് നമ്മൾ ഡ്യൂ എന്ന് പറയുക. The surface of the earth gets cooled during the night and it cools near the atmosphere. This causes the water vapor to condense and the condensed droplets cling on to the cold surfaces on earth. അതായത് രാത്രി സമയത്താവുമ്പോൾ എർത്തിൻ്റെ ഉപരിതലം എന്താവും, തണുക്കും. എർത്തിൻ്റെ ഉപരിതലത്തിൻ്റെ നിയർ അറ്റ്മോസ്ഫിയറിൽ വെച്ചത് തണുക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് കാരണം തണുക്കുന്നത് കൊണ്ട് തന്നെ വാട്ടർ വേപ്പർ കണ്ടൻസാവും. കണ്ടൻസായിട്ട് ഈ കണ്ടൻസായ ഡ്രോപ്ലെറ്റ് വേറൊരു രൂപത്തിൽ എർത്തിൻ്റെ, ഭൂമിയുടെ നല്ല തണുത്ത ഉപരിതലത്തിൽ ഇതിങ്ങനെ ഉറ്റി വീഴുന്ന രീതിയിൽ നിൽക്കും. അതിനെയാണ് നമ്മൾ ഡ്യൂ എന്ന് പറയുന്നത്. ദ ഡ്യൂ ഡിസപ്പിയേഴ്സ് ആസ് ദ സൺ റൈസസ്. വൈ? സൂര്യൻ ഉദിക്കുമ്പോൾ ഡ്യൂ അപ്രത്യക്ഷമാകും. എന്താണ് അതിനുള്ള കാരണം? So let's see the answer. Dew appears on grass in the early morning hours. അതായത് അതിരാവിലെയാണ് ഡ്യൂ എവിടെ ഉണ്ടായിരിക്കുക, ഗ്രാസിൻ്റെ ബ്ലേഡും ഉണ്ടായിരിക്കുക. ഇറ്റ് ഗോസ് അവേ ആഫ്റ്റർ ദ സൺ ഈസ് അപ്പ്. സൂര്യൻ ഉദിക്കുമ്പോൾ അത് പോകും. ബിക്കോസ് ദ ഹീറ്റ് ഓഫ് ദ സൺ കോസസ് ദ വാട്ടർ ടു ഇവാപ്പറേറ്റ്. നമുക്കറിയാം ഈ വാട്ടർ ഡ്രോപ്ലെറ്റ് വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ വാട്ടർ തന്നെയാണ്. അത് ഇവിടെ തുമ്പത്തിങ്ങനെ ഉറ്റി നിൽക്കുന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യൻ്റെ ചൂട് മൂലം ഈ വെള്ളം ഇവാപ്പറേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്, അതായത് തിരിച്ചങ്ങോട്ട് പോകുന്നു. The next form is frost. As you know, there are places on the earth where the night temperature falls below 0 degrees Celsius. 0 ഡിഗ്രിയേക്കാളും താഴെ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങൾ എവിടെയുണ്ട്, എർത്തിലുണ്ടെന്ന് നമുക്കറിയാം. Instead of dew, tiny ice crystals are formed in such places. This form of condensation is called frost. അതായത് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ 0 ഡിഗ്രിയുടെ താഴെ നൈറ്റ് ടെമ്പറേച്ചർ ഉള്ള എർത്തിലത്തെ സ്ഥലങ്ങളിൽ ഡ്യൂവിന് പകരം ഉണ്ടാകുന്നതാണ് ഫ്രോസ്റ്റ്.
ഈ ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെടിയും അവിടെ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ഐസിൻ്റെ തരികൾ ഇങ്ങനെ ഒരു പൊടി പഞ്ചസാര പൊടി ഉള്ള പോലെ നമുക്കിങ്ങനെ പൊടി പോലെ കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. പേജ് നമ്പർ 18 നമുക്ക് ആ ഫിഗർ 1.11 കാണാം. അതേപോലെ ഈ സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഫ്രോസ്റ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് ഫോം ഇസ് ഫോഗ് ഓർ മിസ്റ്റ്. രണ്ടും ഉണ്ട് കേട്ടോ, രണ്ടും ഇൻ്റർ റിലേറ്റഡ് ആണ്. See the figure 1.12. You can see there fog or mist. You might have experienced similar weather at least during winter season. വിൻ്റർ സീസണിൻ്റെ സമയത്ത് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ മൂടൽ മഞ്ഞൊക്കെ പോലെ കിടക്കണം കാണാം അല്ലേ. ദിസ് ഇസ് കോൾഡ് മിസ്റ്റ് ഓർ ഫോഗ്. ആ ഒരു ഏർലി മോർണിംഗിൻ്റെ സമയത്ത് നോക്കണം, അപ്പോഴേ കാണാൻ പറ്റുള്ളൂ. The condensed tiny droplets of water formed by the cooling of air remain suspended in the atmosphere itself. They can very well be described as clouds close to the earth's surface. അതായത് ഈ കണ്ടൻസ്ഡ് ആവുന്ന ഈ ഡ്രോപ്ലെറ്റ്സ്, വെള്ളത്തിൻ്റെ ഈ തുള്ളികൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതായത് എയർ കൂളാവുമ്പോഴാണ്, കൂളിങ് നടക്കുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്. ഇത് അറ്റ്മോസ്ഫിയറിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കും. ഇതിന് നമുക്ക് വേണമെങ്കിൽ ക്ലൗഡ്സ് എന്ന് പറയാം, കാരണം എർത്തിൻ്റെ സർഫേസിൻ്റെ ഏതാണ്ട് അടുത്ത് മുട്ടുന്ന രീതിയിലാണ് ഇവ. നമ്മൾ ആ ഫോഗും മിസ്റ്റും കാണുമ്പോൾ ഏതാണ്ട് ക്ലൗഡ്സ് ഉള്ള പോലെ ക്ലൗഡ്സ് എന്ന് തോന്നില്ലേ, നമുക്കതാണ് ഇവിടെ പറയുന്നത്. Fog or mist is the result of condensation around the minute dust particles in the lower atmosphere. അറ്റ്മോസ്ഫിയറിൻ്റെ താഴ്ഭാഗം, അവിടെ ഈ കണ്ടൻസേഷൻ നടക്കണേ. ഏതിൻ്റെ ചുറ്റാണ് കണ്ടൻസേഷൻ നടക്കുന്നത്? ചെറിയ പൊടിത്തരികളുടെ സ്ഥലത്താണ്, അതിൻ്റെ ചുറ്റുമാണ് കണ്ടൻസേഷൻ നടക്കുന്നത്. അതിനെയാണ് നമ്മൾ ഫോഗ് മിസ്റ്റ്, ഇതിൻ്റെ ഇതിലാണ് ഫോഗ് മിസ്റ്റ് ഉണ്ടാവുന്നത്. ദിസ് മേ ഒബ്സ്ട്രക്റ്റ് വിസിബിലിറ്റി. ഈ ഫോഗ് മിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചയ്ക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടാവും, അതായത് നമുക്ക് കാണാൻ പറ്റില്ല. If the range of visibility is less than 1 kilometer, it is termed fog. If the range of visibility is more than 1 kilometer, it is called mist. ഒരു കിലോമീറ്ററിനേക്കാളും കുറവാണ് നമ്മുടെ വിസിബിലിറ്റി വരുന്നതെങ്കിൽ അത് ഫോഗാണ്. അതിനേക്കാളും 1 കിലോമീറ്ററിൻ്റെ കൂടുതലാണെങ്കിൽ അത് മിസ്റ്റാണ്. നമ്മുടെ കാഴ്ച ശക്തിയുടെ ആണ് പറയുന്നത്. 1 കിലോമീറ്ററും കൂടുതലാണെങ്കിൽ അത് മിസ്റ്റാണ്, കുറവാണെങ്കിൽ അത് ഫോഗാണ്. ദ എയർപോർട്ട്സ് ഇൻ ദ നോർത്ത് ഇന്ത്യ ഗെറ്റ്സ് ടെമ്പറലി ക്ലോസ്ഡ് ഡ്യൂറിങ് വിൻ്റർ ഡ്യൂ ടു ഡെൻസ് ഫോഗ്. കൂടുതൽ ഫോഗ് കൂടുന്നതിനനുസരിച്ച് എയർപോർട്ടുകൾ, കാഴ്ചയ്ക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടാകുന്നതിനനുസരിച്ച് എയർപോർട്ടുകളൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഈ വിൻ്റർ ടൈമിൽ അടച്ചിടാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ക്ലൗഡ്സ്. You have learned earlier that the clouds are formed by the condensation of water vapor around the fine dust particles in the atmosphere. അതായത് അറ്റ്മോസ്ഫിയറിലുള്ള ചെറിയ കാണാൻ പറ്റാത്ത പൊടിപടലങ്ങളുടെ ഇടയിലാണ് എന്ത് നടക്കുന്നത്, വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻസേഷൻ നടക്കുന്നത്. ഈ കണ്ടൻസേഷൻ വഴിയാണ് ക്ലൗഡ്സ് ഉണ്ടാവുന്നത്. നമ്മൾ ക്ലൗഡ്സ് ഉണ്ടാവുന്ന രീതിയെക്കുറിച്ച് നമ്മൾ ഏർലിയർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് സോ ഫോംഡ് ആർ ലെസ് ദാൻ 0.001 സെൻറ്റിമീറ്റർ ഇൻ ഡയമെൻഷൻ. ഇവയുടെ ഭാരം അല്ലെങ്കിൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് 0.001 സെൻറ്റിമീറ്ററിനെക്കാട്ടും വളരെ കുറവാണ്. ദാറ്റ് ഈസ് വൈ ദേ റിമൈൻ സസ്പെൻഡഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതുകൊണ്ട് തന്നെ ഭാരം കുറവായതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിൽ തന്നെ അതിങ്ങനെ തങ്ങി നിൽക്കുകയാണ്, നിലത്തേക്ക് ഇങ്ങനെ പെയ്യാതെ അല്ലെങ്കിൽ വീഴാതെ. ഹാവൻ യു സീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ഇൻ സ്കൈ? നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ പലതരത്തിലുള്ള ക്ലൗഡുകൾ പല സമയത്ത് കാണാൻ സാധിക്കും. ക്ലൗഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ ഫോം ആൻഡ് ഹൈറ്റ്. ക്ലൗഡ്സിനെ നമുക്ക് അവയുടെ ഉണ്ടാവുന്ന രീതിക്ക് അനുസരിച്ചും ഉയരത്തിനനുസരിച്ചും നമുക്ക് പലതായി തിരിക്കാം. ബേസ്ഡ് ഓൺ ഫോം ദർ ആർ മെയിൻലി 4 ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്. അതായത് ഫോം ഉണ്ടാവുന്നതിനനുസരിച്ച് ക്ലൗഡ്സിനെ 4 തരത്തിൽ ഡിവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ ഹൈറ്റ് അനുസരിച്ചും ക്ലൗഡ്സിനെ 4 തരത്തിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോം അനുസരിച്ച് ക്ലൗഡ്സിനെ 4 തരത്തിൽ ഡിവൈഡ് ചെയ്യണതാണ്. അത്തരത്തിലുള്ള 4 ക്ലൗഡ്സിൻ്റെ പിക്ചറാണ് നമുക്ക് പേജ് നമ്പർ 19 ഫിഗർ 1.13 and figure 1.14, figure 1.15 and figure 1.16 കാണാനായിട്ട് സാധിക്കുന്നത്. ഫോം അനുസരിച്ചുള്ള 4 തരത്തിലുള്ള ക്ലൗഡ്സുകളാണ് സിറസ് ക്ലൗഡ്സ്, സ്ട്രാറ്റസ് ക്ലൗഡ്സ്, ക്യുമുലസ് ക്ലൗഡ്സ് ആൻഡ് നിംബസ് ക്ലൗഡ്സ്. സിറസ് ക്ലൗഡ്സ് അവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. സിറസ് ക്ലൗഡ്സ്, ദീസ് ആർ ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ ഇൻ ക്ലിയർ വെതർ കണ്ടീഷൻസ്. ക്ലിയർ ആയിട്ടുള്ള വെതർ കണ്ടീഷനിൽ, നല്ല ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ ആയിട്ട് കാണാം. ആ ക്ലിയർ വെതർ കണ്ടീഷനിൽ അറ്റ്മോസ്ഫിയറിൻ്റെ അപ്പർ സൈഡിൽ ഉണ്ടാകുന്ന ഈ തൂവല് പോലെയുള്ള ക്ലൗഡ്സിനെ പറയുന്നതാണ് സിറസ് ക്ലൗഡ്സ്. അടുത്തതാണ് സ്ട്രാറ്റസ് ക്ലൗഡ്സ്. ദീസ് അപ്പിയർ ഇൻ തിക്ക് ലെയേഴ്സ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ സ്കൈ. ആകാശത്തിൻ്റെ താഴ്ഭാഗത്ത് നല്ല കട്ടിയുള്ള ലെയേഴ്സ്, രീതിയിൽ ഉണ്ടാകുന്നതാണ്
stratus clouds. അടുത്തതാണ് cumulus clouds. These clouds resemble huge cotton bundles and are formed due to strong convection currents. They have large vertical extent. ഇവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ഞിയുടെ ഇങ്ങനെ ബണ്ടിലിരിക്കുന്നത് പോലെ, കുറേ പഞ്ഞികളുടെ ബണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് വയ്ക്കുക, അതേപോലെ തോന്നിക്കും നമുക്ക് ക്യൂമുലസ് ക്ലൗഡ്സ് കാണുമ്പോൾ. അവ സ്ട്രോങ് കൺവെക്ഷൻ കറൻറ്റ് മൂലമാണ് ഉണ്ടാകുന്നത്. നമുക്ക് എന്താണ് കൺവെക്ഷൻ എന്നറിയാം. അപ്പോൾ ആ സ്ട്രോങ് കൺവെക്ഷൻ കറൻറ്റ് മൂലമാണ് ഉണ്ടാകുന്നത്. ദേ ഹാവ് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റ്. അവർക്ക് വലിയ വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്ലൗഡ്സ് ആണ് നിംബസ് ക്ലൗഡ്സ്. ദീസ് ആർ ഡാർക്ക് റെയിൻ ക്ലൗഡ്സ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ. അതായത് അറ്റ്മോസ്ഫിയറിൻ്റെ ലോവർ ഭാഗത്ത് നമുക്ക് മഴമേഘങ്ങൾ എന്ന് പറയാം. കറുത്ത ഇരുണ്ട മഴമേഘങ്ങളാണ് ഇവ. These clouds appear dark as it does not allow sunlight to pass through due to thick concentration of water droplets. ഈ മേഘങ്ങളുടെ ഇടയിൽ കൂടെ, ഈ കറുത്ത മേഘങ്ങളുടെ ഇടയിൽ കൂടെ, അല്ലെങ്കിൽ ഇത് കറുത്തതായിട്ട് ഇരിക്കാനായിട്ടുള്ള കാരണം സൺലൈറ്റ് ഇത് പാസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് സൺലൈറ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നില്ല? എന്തുകൊണ്ടെന്ന് വെച്ചാൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഇരിക്കുകയാണ്, തിക്കായിട്ട് ആ മേഘത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇപ്പോൾ മഴ പെയ്യുന്ന രീതിയിൽ. അതുകൊണ്ടാണ് അതിന് ഇരുണ്ട് പിടിച്ചിരിക്കുന്നത്. ദ ക്ലൗഡ്സ് മെൻഷൻഡ് അബൌട്ട് ഡു നോട്ട് ജനറലി ഒക്കർ ഇൻഡിപെൻഡൻ്റ്ലി. ഇവരാരും ഒറ്റയ്ക്ക് കാണില്ല. ദേ ആർ യൂഷ്വലി സീൻ ഇൻ കോമ്പിനേഷൻ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചിട്ട് കോമ്പിനേഷൻ രീതിയിലാണ് കാണുക. അതായത് ഫോർ എക്സാമ്പിൾ ദ കോമ്പിനേഷൻ ഓഫ് ക്യൂമുലസ് ആൻഡ് നിംബസ് ക്ലൗഡ്സ് ഇസ് ടേംഡ് ആസ് ക്യൂമുലോ നിംബസ് ക്ലൗഡ്സ്. അതായത് ക്യൂമുലസ് ക്ലൗഡ്സും നിംബസ് ക്ലൗഡ്സും ഒരുമിച്ചിട്ടാണ് വരിക. അവരപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ക്യൂമുലോ നിംബസ് ക്ലൗഡ്സ് എന്നാണ് പറയുക. The above discussed clouds usually occur at different altitude. Altitude means height. ഈ ക്ലൗഡ്സ് പല ഉയരത്തിലാണ് കാണപ്പെടുക. See the 4 different types of clouds based on altitude. ഇനി ഹൈറ്റിൻ്റെ നമ്മൾ പറഞ്ഞു ഫോമിൻ്റെ രീതിയിൽ 4 ഉണ്ട്, അതേപോലെ ഹൈറ്റിൻ്റെ രീതിയിലും 4 ഉണ്ട്. അവ ഏതൊക്കെയാണ്? ഹൈ ക്ലൗഡ്സ്, മീഡിയം ക്ലൗഡ്സ്, ലോ ക്ലൗഡ്സ് ആൻഡ് ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റ്. ഈ നമ്മൾ പഠിച്ച 4 ക്ലൗഡ്സ് ഇതിലേത് കാറ്റഗറിയിലാണ് പെടാമെന്ന് നോക്കാം നമുക്ക്. ആദ്യത്തെ ഹൈ ക്ലൗഡ്സ് 20,000 to 40,000 ഫീറ്റ് വരുന്നതാണ്. അവിടെ പെടുന്നത് സിറസ് ക്ലൗഡ്സ് ആണ്. മീഡിയം ക്ലൗഡ്സ് 7,000 to 20,000 ഫീറ്റ്. അവിടെ വരിക സ്ട്രാറ്റസ് ക്ലൗഡ്സ്. ലോ ക്ലൗഡ്സിലെ നമുക്കറിയാം ബിലോ 7,000 ഫീറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് നിംബസ് വരുന്നത്. ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റ് 2,000 to 30,000 ഫീറ്റ്. അവിടെയാണ് ക്യൂമുലസ് ക്ലൗഡ്സ് കാണപ്പെടുന്നത്. Now we have learned that the clouds are formed by the condensation of water vapor. വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻസേഷൻ മൂലമാണ് ക്ലൗഡ്സ് ഉണ്ടായിരിക്കുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ദീസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ദർ ആഫ്റ്റർ. പിന്നെ ഈ വാട്ടർ വേപ്പർ അല്ലെങ്കിൽ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിന് അതിന് ശേഷം എന്താണ് ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സിൽ പഠിക്കുക. അതായത് ഇനി 2 ടോപ്പിക് കൂടി ഉള്ളൂ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ തന്നെ എടുക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.